എവരിവൺ, ഫിസിക്സ് പോസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് +2 ഫിസിക്സിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള കറന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ ആണ്. അപ്പം ഈ ചാപ്റ്ററിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനെ നമുക്ക് ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. അപ്പൊ അവ എന്തൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോണ കണ്ടന്റ് എന്താണ് കറന്റ് എന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആക്സിലറേഷൻ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നീട് റിലാക്സേഷൻ ടൈം ആൻഡ് മൊബിലിറ്റി ഡിസ്കസ് ചെയ്യും. റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ കറന്റ് ഡെൻസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവ എന്തായാലും നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ കറന്റ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ കറന്റ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ കറന്റ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കറന്റ് പറഞ്ഞാൽ എന്താ? ചാർജിന്റെ ഫ്ലോനെ പറയുന്ന പേരാണ് കറന്റ്. കറന്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ നമുക്കൊരു കണ്ടക്ടറിലൂടെ വരയ്ക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിലൂടെ എന്ത് ചെയ്യാം? ഒരു കറന്റ് ഒരു ചാർജ് ഫ്ലോ ചെയ്യാണ് ഗിവൺ ടൈം ടി എന്ന ടൈമിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ബൈ ടൈം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കറന്റ് ഈസിക്കൽ ടു ചാർജ് ബൈ ടൈം എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്തായാലും കറന്റ് ഈസിക്കൽ ചാർജ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ആണ്. അത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ കറന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ന് പറഞ്ഞ പേരെന്താ? കറന്റ്. ഐ ഈക്വൽ ടു dq ബൈ dt. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. കറന്റിന്റെ യൂണിറ്റ് എന്താ? കറന്റ് യൂണിറ്റ് എന്താ? ആംപിയർ ആണെന്ന് പറയാം. അപ്പം യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. അതിന് ക്യാപിറ്റൽ എ എന്ന ലെറ്റർ ആണ് സൂചിപ്പിക്കുക. ഇത്രയും കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും വേറൊരു യൂണിറ്റും കൂടി ഉണ്ട്. അതിന് ഐ ഈസിക്കൽ ടു നമുക്ക് കറന്റ് ഈസിക്കൽ ടു എന്താ? ചാർജ് ബൈ ടൈം എന്ന് പറയാം. ഈ ചാർജിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളംബ് ആണ് അല്ലെ. കൂളം പെർ ടൈം യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ കൂളം പെർ സെക്കൻഡിനെ പറയുന്ന പേരാണ് വേറെ, അല്ലെങ്കിൽ ആംപിയർ എന്ന് പറയും. അതാണ് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ചാർജിന്റെ കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ കറന്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ആംപിയർ എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കൂളം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കറന്റിന്റെ യൂണിറ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അടുത്ത ഭാഗത്ത് ചെയ്താം. ഇപ്പം സപ്പോസ് എന്റെ കയ്യിൽ ഐ എന്നുള്ളൊരു ചാർജ് ഉണ്ട് അല്ലേ. അപ്പം ഐ ഈസിക്കൽ എന്താ? ക്യൂ ബൈ ടി എന്നാണ് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ? ക്യൂ ഇല്ല ചാർജ് ഇസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ പ്ലസ് ഓർ മൈനസ് എൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിന്റെ ഭാഗത്ത് എൻ ഇ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഐ ഈസിക്കൽ എന്താ? NE ബൈ ടീന് കിട്ടി. NE ബൈ ടീന് കിട്ടി. ഇപ്പോ സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്റെ കയ്യിൽ, ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഇങ്ങനെ എ എന്നുള്ള പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ പാർട്ടിക്കിൾ ഇങ്ങനെ ട്രാവൽ ചെയ്തു എ എന്നുള്ള പോയിന്റിലേക്ക് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഒരു ടൈം പീരീഡ് ആണ് അതിനെടുത്തത്. അതെ, ടൈം പീരീഡ് പറയാൻ പറ്റും. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ എ എന്നുള്ള പോയിന്റിൽ തുടങ്ങിയിട്ട് വീണ്ടും എ തന്നെ പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അവിടെ ഒരു ടൈം പീരീഡ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിന്, അതിവിടെയുള്ള ടൈമിനെ പറയുന്നതാണ് ടൈം പീരീഡ് എന്ന് പറയും അല്ലെ. അതായത് സർക്കുലർ മോഷനിൽ നമ്മൾ അങ്ങനെ ടൈം പീരീഡ് എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ കറന്റ് ഐ ഈസിക്കൽ ടു എന്താവും? NE ബൈ ടി എന്ന് എഴുതാൻ പറ്റും. കറന്റ് ഐ ഈസിക്കൽ ടു NE ബൈ ടി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം 1 ബൈ ടൈം പീരീഡിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഈ 1 ബൈ ടി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കറന്റ് ഐ ഈസിക്കൽ ടു NE ഇൻറ്റു എഫ് എന്ന് കിട്ടി. അപ്പൊ കറന്റ് ഐ ഈസിക്കൽ ടു NE ഇൻറ്റു എഫ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഇൻട്രൊഡക്ഷനുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫ്രീക്വൻസി തന്നിട്ട് കറന്റ് കാണാനായിരിക്കും പറയാം, അല്ലെങ്കിൽ കറന്റ് തന്നിട്ട് ഫ്രീക്വൻസി കാണാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ഐ ഈസിക്കൽ ടു NEF എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ആക്സിലറേഷൻ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കാണാനും അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പോകുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. കറന്റ് എന്ന് പറയുന്നത് എന്താ? ചാർജ് ബൈ ടൈം ആണ്. കറന്റ് ഈസ് എന്താ? ചാർജ് ബൈ ടൈം ആണെന്ന് പറയാം. ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. സപ്പോസ് ഞാനിവിടെ ഒരു കണ്ടക്ടർ എടുക്കുകയാണെ. ഒരു കണ്ടക്ടർ എടുത്തു. ഓക്കെ, അത് കണ്ടക്ടർ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഗിവൺ നമുക്കറിയാം. ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. അപ്പൊ സപ്പോസ് ഞാൻ പറയാം, ഇപ്പൊ ഒരു കണ്ടക്ടറിനുള്ളിൽ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്.
നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക ഇൻസൈഡ് ദ കണ്ടക്ടർ, കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവ റെസ്റ്റിലായിരിക്കും. ചാർജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക റെസ്റ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവയുടെ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. അല്ലെങ്കിൽ കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇതിലേക്ക് ഒരു ചാർജ് ഇനി കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാനൊരു ചാർജ് കൊടുക്കുകയാണ്. അപ്പൊ ചാർജ് കൊടുത്താൽ എന്താ സംഭവിക്കും? ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുക 2 എൻഡിലും ഉണ്ടാവും അല്ലെ. ഈ 2 എൻഡിൽ അപ്പൊ ഈ എൻഡിലും ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ടക്ടറിനുള്ളിൽ എന്താ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുക ചാർജ് കിട്ടും. ചാർജ് കിട്ടാറ് എന്താ എനർജി കിട്ടും. എനർജി കിട്ടുക എന്ത് ചെയ്യുക അവ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സപ്പോസ് നമുക്കറിയാം ഇവിടെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും ഉണ്ടാവുക. ചാർജിന്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്നായിരിക്കും പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലാക്കിയ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും നെഗറ്റീവ് ചാർജിന്, അതായത് ഇലക്ട്രോൺസ് ആണ് ഈ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എവിടെ നിന്നായിരിക്കും നെഗറ്റീവ് ചാർജിന് പോസിറ്റീവിലേക്കായിരിക്കും. അപ്പൊ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എവിടെ നിന്നായിരിക്കും നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക് നിന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഇലക്ട്രോണിന്റെ ആക്സലേഷൻ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ആക്സലേഷൻ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് ഇവിടെ പറഞ്ഞത് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ആക്സലേഷൻ കാണാനാണ് ആദ്യം വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കണ്ടക്ടർ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തു. ഓക്കെ, നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അതായത് എന്താ പറയുക ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ ഇലക്ട്രിക് ഫീൽഡ്. അതെന്ന് പറയുന്നത് എന്താണ് F = QE. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് എന്ത് ചെയ്യുക F = QE. ഇവിടെ Q എന്ന് പറയുന്നത് എന്താ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് -E × E. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ആണ്, അതാണ് -E എന്ന് എഴുതി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അതായത് സെക്കൻഡ് ലോ എന്താ F = എന്താ ma എന്ന് അറിയാം. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് 2 ഇക്വേഷൻ കിട്ടി, നമ്മൾ ഇതിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ma = -EE, അതിന് A കാണാലോ, A = -EE/m എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ കിട്ടുന്നത് A = -EE/m എന്ന് കിട്ടി. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V = U + AT. V = U + AT എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. V = U + AT എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോസ് നമുക്കറിയാം ഒരു ചാർജ്, അതായത് ഇനീഷ്യലി നമ്മൾ കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ചാർജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുക 0 ആയിരിക്കും. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുക 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ V = എന്താ 0 + AT. ആക്സിലറേഷൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ -EE/m എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കൊടുത്തു നോക്കാം. V = -EE/m × T. V = -EE/m × T. ഈ ടൈമിനെ ഇവിടെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം ടോ. എന്താണ് എമ്മിനെ ഇവിടെ പറയുന്ന ടിയെ ഇവിടെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം ടോ. ഇവിടെ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വെലോസിറ്റിയെ പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി, എന്താണ് -EE/m × ടോ. ഇതിനെ പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ദ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. എന്താണ് ദ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. അതിനെ അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്താ ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിന് ഇവിടുന്ന് കിട്ടുന്ന വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക ശരിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാം. അത് എവിടുന്ന് എങ്ങോട്ടായിരിക്കും നെഗറ്റീവ് ചാർജിന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ദ വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫ്രം എവിടുന്ന എവിടേക്ക് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയാം.
അപ്പോൾ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്നത് റിലാക്സേഷൻ ടൈം ആൻഡ് മൊബിലിറ്റി. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണ് റിലാക്സേഷൻ ടൈം, അതുപോലെ തന്നെ മൊബിലിറ്റി, ഈ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കാര്യങ്ങളൊക്കെ. അതേപോലെ നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് റിലാക്സേഷൻ ടൈം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സപ്പോസ് ഇവിടെ എന്റെ കയ്യിൽ നേരത്തെ ഒരു കണ്ടക്ടർ ഉണ്ട് അല്ലേ, ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്യാം, നമുക്കൊന്നുകൂടി വരയ്ക്കാം. ഈ കണ്ടക്ടർ പറയുമ്പോൾ ഈ കണ്ടക്ടറിൽ എന്ത് ചെയ്യാം, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ഈ ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് പറയാം. ഈ ചാർജ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, ചാർജ് കിട്ടുക, അവ മൂവ് ചെയ്യുകയും ചെയ്യുക. അവ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവ എന്ത് ചെയ്യുക, അടുത്തുള്ള ഇലക്ട്രോൺസിനായിട്ട് എന്ത് ചെയ്യുക, കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടിക്കാൻ ആവശ്യമായ സമയത്തെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം ടോ. എന്താണ് റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയാം. ഓക്കെ, അപ്പം റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ദി ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അതായത് രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളീഷൻ എടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. നമ്മൾ എന്താ പറഞ്ഞത്, ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളീഷൻ എടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയും. അപ്പം റിലാക്സേഷൻ ടൈം എന്താണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലാക്സേഷൻ ടൈം ആൻഡ് മൊബിലിറ്റി. അപ്പൊ മൊബിലിറ്റി എന്നാണ് നമ്മൾ എന്താണെന്ന് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമുക്ക് റിലാക്സേഷൻ ടൈം, നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം അല്ലെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ അറിയാം. അത് നമുക്ക് ആദ്യം എഴുതാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇപ്പം സപ്പോസ് ഓക്കെ, വി ഡി ഇസിക്കൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ നമുക്കറിയാം. ഇത്ര കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. വി ഡി ഇസിക്കൽ ടു, ഈ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യാം. അങ്ങനെ എന്താ, അപ്പൊ നെഗറ്റീവ് ചാർജ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, റീ അറേഞ്ച് ചെയ്ത ഈ ടോ ബൈ എം ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഈ ടോ ബൈ എമ്മിനെ പറയുന്ന പേരാണ് എന്താണ്, മൊബിലിറ്റി. മൊബിലിറ്റിനെ റെപ്രസെന്റ് ലെറ്റർ മ്യൂ എന്നാണ്, മ്യൂ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഇസിക്കൽ എന്താ, മ്യൂ ഇൻറ്റു ഇ എന്ന് പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസിക്കൽ ടു മ്യൂ ഇൻറ്റു ഇ എന്ന് കിട്ടും. അതിന് മൊബിലിറ്റി കാണാം. മൊബിലിറ്റി മ്യൂ ഇസിക്കൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. മൊബിലിറ്റി വി ഡി ഇസിക്കൽ ടു മ്യൂ ഇസിക്കൽ ടു വി ഡി ബൈ ഇ. അപ്പം മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്ന പേരാണ് മൊബിലിറ്റി. അപ്പം എങ്ങനെ എഴുതും, നമുക്കിവിടെ എഴുതാം. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മൊബിലിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. അതിന് മ്യൂ അല്ലേ, അതാണ് മ്യൂ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുമ്പോൾ വി ഡി ബൈ ഇ. ഇതിനെ പറയുന്ന പേരാണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. സോ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് മൊബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പം ഇതിനെ പഠിച്ചിരിക്കുക. ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഇനി അടുത്ത പറയാം നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം സപ്പോസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു കണ്ടക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് വരയ്ക്കാം. അപ്പൊ സപ്പോസ് ഞാനൊരു കണ്ടക്ടർ വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ടക്ടർ വരയ്ക്കുകയാണ്. അപ്പൊ അതിന് ഗിവൺ ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് ആണ് എ. ഇതിന്റെ ഏരിയ എ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ കണ്ടക്ടറിലേക്ക് എന്ത് ചെയ്യുക, ചാർജ് അപ്ലൈ ചെയ്യാണ്, കറന്റ് കൊടുക്കണം. കറന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അതിന് കിട്ടും. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ സപ്പോസ് നമുക്കറിയാം ഈ കണ്ടക്ടറിൽ കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനാണ് എന്ത് ചെയ്യുക, എന്ന് പറയാം. അതായത് കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് കണ്ടക്ടറിലുണ്ട്. അപ്പൊ ചാർജ് കൊടുത്തപ്പോൾ മൂവ് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഈ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, നമ്പർ ഡെൻസിറ്റി എന്ന്.
നമ്പർ ഡെൻസിറ്റി n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു എന്താ n ഇൻറ്റു വി. ഇപ്പം വോളിയം എന്ന് പറയുമ്പോൾ സപ്പോസ് ഇവിടെ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഈ വോളിയത്തിന്റെ സിലിണ്ടറിന് ഇവിടെ ഉള്ള ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു n ഇൻറ്റു a ഇൻറ്റു l. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ. എന്താ പഠിച്ചത്? I ഈസ് ഈക്വൽ ടു എന്താ Q/T എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം NE/T എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ആ NE പരമായിട്ട് എന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പഠിച്ച വാല്യൂ ഇട്ട് കൊടുക്കുക. സ്മോൾ n ഇൻറ്റു a ഇൻറ്റു l. അപ്പം n ഇൻറ്റു a ഇൻറ്റു l ഇൻറ്റു E/T എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ L/T എന്ന് പറയുന്നത് L എന്ന് പറഞ്ഞാ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അതിന് പറയുന്ന പേരാണ് എന്താ വെലോസിറ്റി. അപ്പം L/T എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അങ്ങനെ L/T നാണ് v കൊടുക്കുക. അപ്പം I ഈസ് ഈക്വൽ ടു എന്താവും? N A E ഇൻറ്റു വി. വിനെ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. VD എന്നാണ് എഴുതുക. ഓക്കെ, അപ്പൊ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു AVDE എന്ന് കിട്ടി. അവൻ എന്ന് വായിക്കാം. എന്താണ്? I ഈസ് ഈക്വൽ ടു എന്താ? അവൻ. A ഇൻറ്റു VD ഇൻറ്റു EN. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മുടെ റിലേഷൻഷിപ്പ് ആണ് ഇപ്പം പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? I ഈസ് ഈക്വൽ ടു VD ഇൻറ്റു ENA. വീണാന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ വീണ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇതാണ് കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ നന്നായിട്ട് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കറന്റ് ഡെൻസിറ്റി ഉള്ള ഭാഗമാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ പഠിച്ചു. ഇനി അതേപോലെ നമ്മളൊന്ന് പറയാനുള്ള കറന്റ് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ കറന്റ് ഡെൻസിറ്റി എന്താ നമുക്ക് പറയണം. കറന്റ് ഡെൻസിറ്റി റെപ്രസെന്റേറ്റീവ് ലെറ്റർ J ആണ്. J ഈസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ. അതായത് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യണ കറന്റിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം കറന്റ് ഉണ്ട് അതിനെ പറയുന്നതാണ് കറന്റ് ഡെൻസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐക്ക് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? I ഈസ് ഈക്വൽ എന്താ? അവൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ? E/m ഇൻറ്റു ടോ എന്ന് എഴുതാൻ പറ്റും. ഈ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. J ഈസ് ഈക്വൽ ടു ഐക്ക് എന്താ ചെയ്യാ? അവൻ ബൈ എ. എയും എയും തമ്മിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പോവുക. ബാക്കി എന്താ ഉണ്ടാവുക? VD ഇൻറ്റു EN. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എഴുതി കൂടെ? J ഈസ് ഈക്വൽ ടു VDക്ക് പകരം E/m ഇൻറ്റു ടോ ഇൻറ്റു N ഇൻറ്റു E. ഓക്കെ, J ഈസ് ഈക്വൽ ടു എന്നിന് ആദ്യം എഴുതി, E സ്ക്വയറിന് ഒരുമിച്ച് എഴുതി. ഇൻറ്റു E സ്ക്വയർ ആയി. N E സ്ക്വയർ ടോ ബൈ M ഇൻറ്റു E എന്ന് എഴുതി. J ഈസ് ഈക്വൽ ടു N E സ്ക്വയർ ടോ ബൈ M ഇൻറ്റു E എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? ഒരു മിനിറ്റ്, ഇതൊന്നും കൂടി എഴുതാം. ഇൻറ്റു E നമ്മൾ എന്ത് ചെയ്യാം, വേറെ സെപ്പറേറ്റ് ചെയ്ത് ഇൻറ്റു E എന്ന് എഴുതി. ഓക്കെ, ഈ N E സ്ക്വയർ ടോ ബൈ എമ്മിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, സിഗ്മ. എന്താണ് സിഗ്മ? അതിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എഴുതാൻ പറ്റുള്ളൂ. J ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, സിഗ്മ ഇൻറ്റു E. J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിന് വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ J വെക്ടർ ഈക്വൽ ടു സിഗ്മ വെക്ടർ ഇൻറ്റു E വെക്ടർ എഴുതാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, കറന്റ് ചാർജ് ഡെൻസിറ്റി J എന്ന് പറയാം. ഓക്കെ, ഇതിനെ പറയുന്നത് വെക്ടർ ഫോം ഓഫ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റിയുടെ വെക്ടർ ഫോം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പം പറഞ്ഞെന്താ, കറന്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ആക്സിലേഷൻ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജ് പാർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി കണോറിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് കറന്റ് ഡെൻസിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നമുക്കും പറഞ്ഞത്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത പാർട്ടിൽ കാണും. അതുവരെ ഗുഡ് ബൈ.